അപ്പോഴേ ഇന്ന് നമ്മുടെ വ്രതത്തിന്റെ 5ാമത്തെ ദിവസമാണ്. എനിക്ക് ഇന്ന് നമ്മളെ റെസിഡൻസ് അസോസിയേഷന്റെ ഒരു മെഡിക്കൽ ക്യാമ്പ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ആകെ ടയർഡായി. പിന്നെ പടാന്നാണ് എല്ലാം വെച്ചത്. ചീരത്തോരൻ വെച്ചു, ചക്കക്കുരു മാങ്ങാക്കറി ഉണ്ടായിരുന്നത്, നമ്മളെ സോയാബീൻ ഫ്രൈ, പിന്നെ എൻ്റെ ഫേവറേറ്റ് ചക്ക എരിച്ചോരി. ഇന്നലെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഞാൻ ചക്ക എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇതെനിക്കുണ്ടല്ലോ, ചോറ് കഴിച്ചിട്ടാണ്, ഇപ്പം കഴിക്കില്ല, അല്ലാതുള്ള സമയങ്ങളിൽ ഞാൻ ചോറ് കഴിച്ചിട്ടാണെങ്കിൽ വെറുതെ ആണെങ്കിൽ ഇങ്ങനെ കോരി കുടിച്ചുകൊണ്ടിരിക്കും. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ള സാധനമാണ്. ഞാൻ ഈ കറിയെല്ലാം വിളമ്പി കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് ഞാൻ ചക്കക്കുരു മാങ്ങാക്കറി എടുത്തില്ലല്ലോ എന്നുള്ളത്. പിന്നെ നമ്മളെ ചക്ക എരിശ്ശേരി ചോറിൻ്റെ മേളിൽ നിന്ന് അങ്ങോട്ട് നീക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മളെ മാങ്ങാക്കറിയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. കാണുമ്പോൾ എല്ലാവരും മഞ്ഞമയമാണ്, പക്ഷേ ഈ മാങ്ങാക്കറിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എരിവ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ എന്തെങ്കിലും എരിവുള്ള കറി വേണം. അതിൻ്റെ കൂടെ തന്നെ അരുണിനും ഞാനങ്ങ് വിളമ്പി വെച്ചു, അല്ലെങ്കിൽ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേ വിശക്കുന്നൊന്നും പറഞ്ഞു വരും. അങ്ങനെ ഞാൻ കഴിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് ഏക്കുട്ടി അവിടെ വന്ന് നിന്നു. ഞാൻ വിചാരിച്ചു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിരിക്കുന്നു. അപ്പോൾ അവൾക്ക് പുച്ഛം, പിന്നെ ഞാൻ തന്നെ എൻ്റെ കാര്യം നോക്കല്ലോ